മഥുരയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ബാബറി മസ്ജിദ് അല്ല, അതിനപ്പുറത്തേക്ക് ഇനിയുണ്ട് ചില പള്ളികൾ എന്നുള്ളതാണ്. അപ്പോൾ ചില താഴികക്കുടങ്ങൾ കൂടി ഉടയാനുള്ള സാധ്യത ഇതാ 22-ന് ഒരുപക്ഷെ 2024 ഇലക്ഷന് മാത്രം ജയിച്ചാൽ പോരല്ലോ ശ്രീ കാരശ്ശേരി. അപ്പോൾ എങ്ങനെ മതേതര ലോകം, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്നു, എന്നിട്ട് കോൺഗ്രസിലെ സംഘങ്ങൾ വിവിധ സംഘങ്ങളായി ഓരോ PCCകളും അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ അതിനൊരു ആ രാമക്ഷേത്രത്തിനൊരു ഒരു ഒരു എൻഡോഴ്സ്മെൻ്റ് ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി ഈ കെടുതി അവസാനിച്ചു എന്നാണ് കരുതുന്നതെങ്കിൽ അതല്ല, അതിനപ്പുറത്തേക്ക് മധുരയും വാരണസിയും ഒക്കെ വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കോടതികളിലൂടെയാണ് ഇതൊക്കെ നടപ്പിലാക്കിയെടുക്കുന്നത്. നികേഷ്, ഇതിപ്പോൾ മധുരയിൽ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രമുണ്ട്, വാരാണസിയിൽ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ 1991 ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ആദി എന്ന് പറയുന്നത് അതുകൊണ്ട് നാട്ടിൽ ഭിന്നിപ്പുണ്ടാവാതിരിക്കാനും കലഹമില്ലാതിരിക്കാനും കലാപമില്ലാതിരിക്കാനുമാണ്. ഇപ്പോൾ യാതൊരു സംശയവും വേണ്ട, ഇവിടെ ഞങ്ങളൊരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചനകളാണ് പ്രത്യക്ഷമായും പരോക്ഷമായും BJP നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ പാർലമെൻറ്റ് ഹൗസിൻ്റെ ഉദ്ഘാടനം നോക്കിയാൽ മനസ്സിലാവും. അത് ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മാതിരി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം പുരോഹിതന്മാരും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളായിട്ടാണ് നമ്മുടെ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഏത് പാർലമെൻറ്റ്? നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ വാക്യം ദൈവനാമത്തിൽ എന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ അതിനെ എതിർത്തു. എന്നിട്ട് വോട്ടിനിട്ടിട്ടാണ് ദൈവനാമം എന്ന വാക്യം വേണ്ട എന്ന് അന്ന് ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചത്. അത്രയധികം മതേതരമായ ഒരു ചൈതന്യമുള്ള ഭരണഘടനയും അതിൻ്റെ പാർലമെൻറ്റുമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും, ഏത് മതം അനുഷ്ഠിക്കാനും ഒരു മതം അനുഷ്ഠിക്കാതിരിക്കാനും, ഏത് മതത്തെയും എങ്ങനെയും ആർക്കും വിമർശിക്കാനും ആർക്കും മറുപടി പറയാനും ഒക്കെയുള്ള സൗകര്യമുള്ള ഒരു രാഷ്ട്രം, അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാഷ്ട്രമായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പേര്, ഈ പാരമ്പര്യം 3/4 നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മൾ കളഞ്ഞു കുളിക്കാൻ പോവുകയാണോ എന്ന ഒരു ആധി ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രവർത്തനങ്ങളും. ഇപ്പോൾ ക്ഷേത്ര രാഷ്ട്രീയം ഒന്ന് ബാബരി പള്ളി പൊളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പശുരാഷ്ട്രീയം BJP കയ്യിലെടുത്തു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ പശുക്കൾക്ക് സംരക്ഷണം കിട്ടുന്നില്ലതാണോ, അതോ ഇവിടുത്തെ ദളിതർ, ഇവിടുത്തെ ആദിവാസികൾ, ഇവിടുത്തെ സ്ത്രീകൾ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ഇവിടുത്തെ തൊഴിലാളികൾ, ഇവരൊക്കെ അനുഭവിക്കുന്ന ദുരിതം. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം അടിച്ചു നോക്കൂ. ആ കർഷക ബില്ല് എന്തൊരു കഷ്ടമാണ്. ഡൽഹിയിൽ, പഞ്ചാബിലെയും ഡൽഹിയിലൊക്കെ അധികം സിഖുകാരായ ആൾക്കാരുടെ സമരം കൊണ്ടാണ് അത് വിജയിച്ചത്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ജനകീയ പ്രശ്നങ്ങൾ, ദരിദ്രന്മാരുടെയും തൊഴിലാളികളുടെയും കർഷകന്മാരുടെയും പ്രശ്നങ്ങൾ, അതുപോലെ ഇവിടുത്തെ നീതിയില്ലായ്മ. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന BJPയുടെ MP-ക്കെതിരായിട്ട് ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച ആക്ഷേപം ആലോചിച്ച് നോക്കൂ. വല്ല പരിഹാരം ഉണ്ടായോ? അവരൊക്കെ സ്ഥാനം രാജിവെക്കുകയും അവർക്ക് കിട്ടിയ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ നിരത്തിൽ വലിച്ചെറിയുകയും ചെയ്ത് എന്തൊരു അവമാനമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ സ്ത്രീകളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? അപ്പോൾ ദളിതരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ന്യൂനപക്ഷങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഇതൊക്കെയാണല്ലോ ജനാധിപത്യത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. ഇവിടെ കലഹമുണ്ടായാലും കലാപമുണ്ടായാലും മറ്റാളുകൾക്ക് ആധിയുണ്ടായാലും ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇതിനോട് പ്രൊഫസർ M.N. കാരശ്ശേരി, താങ്കൾ പറയുന്നത് രാമക്ഷേത്രം കഴിഞ്ഞാൽ അടുത്തത് വാരണസി മധുര ആണെങ്കിൽ തന്നെയും അജണ്ടകൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ്. അത് അവരുടേതായിട്ടുള്ള വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കുക. ബ്രിജ്ഭൂഷൺ ആണെങ്കിൽ ബ്രിജ്ഭൂഷണാണ് വോട്ട് ബാങ്ക് ഉള്ളത്, കായിക താരങ്ങൾക്കല്ല. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, അല്ല, എന്താ വെച്ചാൽ നമ്മൾ നീതി എന്നൊരു സാധനം, അതിന് വേണ്ട തുല്യതയാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് നീതിയാണ്. അത് എല്ലാവർക്കും പൗരാവകാശം, സ്വാതന്ത്ര്യം, ഇങ്ങനെ. ഇതിപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ നോക്കിയാൽ അറിയാം. അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അവിടെ
അമുസ്ലിങ്ങൾക്ക് പൗരാവകാശങ്ങളില്ല, അതൊരു ജനാധിപത്യ രാജ്യമല്ല. അപ്പം നമ്മൾ വേറെ ഒരു ഹിന്ദു പാകിസ്ഥാൻ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന സംശയമാണ് യഥാർത്ഥത്തിൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യം അഭിമുഖീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പോയിന്റ് തന്നെയാണത്. പ്രൊഫസർ എം എൻ കാരശ്ശേരി.